ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് റമദാൻ സീരീസിൻ്റെ അടുത്ത ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ നമ്മുടെ ഒഴിഞ്ഞ പെയിൻറ്റ് ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പെയിൻറ്റ് ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പെയിൻ്റ് എല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലൊരു ഇത് എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഈ നെക്ക് ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഭാഗം അതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും ക്യാപ്പ് കിട്ടുകയാണെങ്കിൽ അതെടുക്കാം. ക്യാപ്പ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു നമ്മൾ ക്യാപ്പ് ഇടുന്ന ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു റിങ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും, അത് നമുക്ക് വേണ്ട കേട്ടോ, അത് മാറ്റി കൊടുക്കാം. അതുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ആ ഒരു റിങ് ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്നിങ്ങനെ പൊക്കിയെടുക്കാം, അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ക്യാപ്പ് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു റിങ് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്യാപ്പാണ് ആദ്യം തന്നെ വേണ്ടത്. അപ്പം ഇങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പ് ആയാലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു റിങ്ങുകൾ എടുക്കാം. അതിനുശേഷം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു ഇയർ ഡ്രോപ്സ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ക്യാപ്പ്. ഇനി അങ്ങനത്തെ ക്യാപ്പ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇതാ പേസ്റ്റിൻ്റെ ഒക്കെ ഇതില്ലേ, ക്യാപ്പില്ലേ, അതെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു കോൺ ഷേപ്പിൽ നമ്മളിതിനെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, കണ്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊന്ന് കോൺ ഷേപ്പിൽ നമ്മളിങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇത് എക്സസ് ആയിട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ താഴെ ഭാഗം ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കുക. അതായത് പേപ്പർ കൊണ്ട് ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി, കണ്ടോ. ഇങ്ങനെ ഒന്ന് അതിൻ്റെ മുകളിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടോ വരുന്ന വിധത്തിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഏകദേശം ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ബോട്ടിൽസാണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ബോട്ടിൽ, പെയിൻറ്റ് ബോട്ടിൽ, പിന്നെ നമ്മുടെ ബോട്ടിൽ, അതിനുശേഷം നമ്മുടെ ഇയർ ഡ്രോപ്പ്, പിന്നെ നമ്മളിതാ ഇതുപോലൊരു ബോട്ടിലിൽ നിന്ന് ഒരു പീസ് ഓഫ് ഇങ്ങനെ ഒരു സ്ട്രിപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് ഒട്ടിച്ച് ഒരു റിംഗ് ഷേപ്പിലാക്കുകയാണ്. അതായത് നമ്മുടെ കയ്യിൽ പല സൈസ് ഓഫ് ക്യാപ്പുകളില്ല, അതുകൊണ്ട് നമുക്ക് എടുക്കുന്നതാണ് ഇതുപോലെ ഒരു റിംഗ് ഷേപ്പിൽ നമ്മളിങ്ങനെ ആക്കിയെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തിട്ട് റിംഗ് പോലെ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. അതായത് ഈ ഒരു ക്യാപ്പിൻ്റെ ചെറിയൊരു സൈസ് ഓഫ് ക്യാപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ സൈസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് കൊണ്ട് കട്ട് ചെയ്തിട്ടായാലും ഒട്ടിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു റിങ് ഒരു കാർഡ്ബോർഡിൻ്റെ പീസുമേ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അപ്പോൾ ഒരു ക്യാപ്പിൻ്റെ ഒരു ഷേപ്പിലോട്ട് നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് എക്സസ് ആയിട്ടുള്ള നമ്മുടെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഫുള്ള് സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ആ ഒരു ഇതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ക്യാപ്പുകൾ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ച് റിങ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ടോ ചെയ്തിട്ട് ആക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കാർഡ്ബോർഡിൻ്റെ പീസ്. ഇനി ഇതെല്ലാം അത് നമ്മളൊന്ന് ബ്ലാക്ക് കളർ അക്രിലിക് കളേഴ്സ് കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ കയ്യിൽ ആക്രിലിക് കളേഴ്സാണ് ബെസ്റ്റ് കേട്ടോ. ഇനിയിപ്പോൾ ആക്രിലിക് ഇല്ലെങ്കിൽ നമുക്ക് ഫാബ്രിക് പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആയാലും കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ അതുപോലെ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ക്യാപ്പുകളെല്ലാതും ഒരു കാർഡ്ബോർഡിൻ്റെ പീസ്മേലോ ഒരു പേപ്പറുമേലോ നമ്മുടെ സാധാരണ ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അത് അങ്ങോട്ടും ഒട്ടിക്കുമ്പോൾ തമ്മിൽ പേപ്പറുകൾ തമ്മിലല്ല ഒട്ടുന്നത്, അപ്പോൾ അതങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ആ സ്ട്രിപ്പ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് ലെങ്ത്ത് നോക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാതും ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരെണ്ണം മെഷർ ചെയ്തു, പിന്നെ അതിനനുസരിച്ച് 4 പീസസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 എണ്ണാക്കിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് 4 പീസസ് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മറ്റേ ടൈപ്പ് ബോട്ടിലാണെങ്കിലും അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ കാർഡ്ബോർഡിൻ്റെ ഈ ഒരു സ്ട്രിപ്പുകൾ നമ്മളിങ്ങനെ ഈ ഒരു കോർണേഴ്സിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫെവിക്കോൾ ആണെങ്കിലും ഇത് ഒട്ടുക കേട്ടോ, പേപ്പർ അല്ലേ, അതുകൊണ്ട് ഒട്ടും, പക്ഷെ കുറച്ച് സമയം പിടിക്കുന്നു മാത്രമേ ഉള്ളൂ ഒട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാ 4 കോർണേഴ്സിലും നമ്മൾ ഈ ഒരു സ്ട്രിപ്പുകൾ ആദ്യമേ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മളിതാ ഇപ്പോൾ 4 പീസസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് താഴത്തെ ഭാഗത്ത് നമ്മൾ ആ ബോട്ടിലിൻ്റെ നെക്ക് പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ചെറിയ ഭാഗമാണ്
നമ്മൾ താഴോട്ട് ഒട്ടിക്കുന്നത് കേട്ടോ. അതിങ്ങനെ താഴെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഗ്ലൂ ഒന്ന് ഉണങ്ങട്ടെ. അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ ഒറിജിനൽ ക്യാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പെയിൻ്റൊക്കെ പോയി കേട്ടോ നമ്മൾ ഉണങ്ങുന്നതിന് മുന്നേ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും ഉണങ്ങി കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കാർഡ്ബോർഡ് ഒട്ടിച്ച പീസില്ലേ, നമ്മളുടെ സ്ട്രിപ്പ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ട് അതാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളുടെ ആ ഒരു ഇയർ ഡ്രോപ്സിൻ്റെ ക്യാപ്പ് ഒട്ടിച്ചു കൊടുത്തു കണ്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തത്. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലൂ ഒക്കെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് അത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം നമ്മൾ നമ്മുടെ പെയിൻ്റ് എല്ലാം പോയതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് അതിനെല്ലാം ബ്ലാക്ക് കൊടുത്തെടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ പെയിൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. ഇനി അതിനോട്ട് നമ്മൾ കുറച്ച് പേൾ ഗോൾഡ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് അത്രയും കൂടെ ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഇതിനെന്താ കോപ്പർ ഫിനിഷിങ് കൊടുത്തു, പേൾ കോപ്പർ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ലാൻറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ക്യാൻഡിൽ കത്തിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ലൈറ്റ് ഇതിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ലാൻറ്റേൺ കത്തുന്ന പോലെ തോന്നും കേട്ടോ. ഇതിപ്പോൾ പകലാണ്, അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങനെ വിസിബിൾ അല്ല. നമ്മൾ രാത്രി ടൈമിൽ ഇപ്പോൾ ഇത് രാത്രി ടൈമിൽ ഞാൻ കത്തിച്ച് വെച്ചാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ലൈറ്റും ഇതൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. വീണ്ടും വരുവരെയും ബൈ ബൈ. താങ്ക് യു ഓൾ.